അടുത്തതായി ഒരു പ്രസന്റേഷന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഫർമേറ്റീവ് ആക്ഷന്റെ അടിസ്ഥാനത്തിൽ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസന്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അംബേദ്കറേറ്റ് ആൻഡ് ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അംബുജാക്ഷൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമകാലിക പ്രാധാന്യമുള്ള വിഷയത്തിന്മേലാണ് ഇന്ന് നമ്മളിവിടെ ഈ വൺ ഡേ സെമിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. NSS ലീഡർഷിപ്പിൽ നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ സെമിനാറിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യ പ്രിൻസിപ്പാൾ ഡോക്ടർ MJ ഷീബ, ഈ സെമിനാറിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വർത്തമാനകാല അവസ്ഥയെ സംബന്ധിച്ച് വളരെ കണ്ണ് തുറപ്പിക്കുന്ന വളരെ ആധികാരികമായ പ്രസന്റേഷൻ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത സുപ്രീം കോടതി അഭിഭാഷകനും നാഷണൽ ജുഡീഷ്യൽ അക്കാദമി കൗൺസിൽ മെമ്പറും ഇന്ത്യയിലുടനീളം ഭരണഘടനയുമായി ബന്ധപ്പെട്ട വലിയ വൈജ്ഞാനിക സംഭാവനകൾ നൽകിക്കൊണ്ട് ഭരണഘടനാപരമായ സംവാദങ്ങളിലും വിചാര സദസ്സുകളിലുമൊക്കെ പങ്കെടുത്ത് വലിയ നിലയ്ക്കുള്ള ഒരു എംപവർമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ G. മോഹൻ ഗോപാൽ സാർ. എന്നെപ്പോലുള്ള സാമൂഹ്യ രംഗത്ത് ഇടപെടുന്നവർക്കെല്ലാം കൂടുതൽ വെളിച്ചവും അതേപോലെ ഡയറക്ഷനുമെല്ലാം നൽകുന്ന ഒരു സ്കോളർ എന്ന നിലയിൽ, ആ നിലയ്ക്കുള്ള ഒരു ഇൻ്റലക്ച്വൽ എന്ന നിലയിൽ സാറിൻ്റെ ഈ സാന്നിധ്യം വളരെ അനുഗ്രഹീതമാണ്. തീർച്ചയായും ഇന്ന് സത്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിച്ച വിഷയമടക്കം ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ബൃഹത്തായി ഭരണഘടനയെ സംബന്ധിച്ചും അഫർമേറ്റീവ് ആക്ഷൻ ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല പ്രസന്റേഷൻ സാർ നിർവഹിച്ചു കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ഗസ്റ്റായിട്ടുള്ള ജനാബ് TK ജലാലുദ്ദീൻ മുസ്ലിയാർ സാർ, നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് അലി PK IQAC-യുടെ മെമ്പർ, അതേപോലെ എക്സ്റ്റൻഷൻ ക്ലബിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീമതി റുക്സാന സുൽത്താന, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ സ്റ്റാഫ് അഡ്വൈസറും അതേപോലെ സെനറ്റ് മെമ്പറുമായ ശ്രീ ഫിറോസ് ഖാൻ, ഈ വേദിയിൽ സംബന്ധിക്കാനും അഫർമേറ്റീവ് ആക്ഷനെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ട് എന്നെ ഈ കോളേജിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയ ഫാമിലി സുഹൃത്ത്, വളരെ ഞങ്ങളുടെ നാട്ടുകാരുമാണ് ഒക്കെയായിട്ടുള്ള പ്രിയ NSS പുറക്കനം കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ സുൽഫിയ സമദ്, നമ്മുടെ വളണ്ടിയർ അക്സ സജി, മറ്റ് പ്രിയമുള്ള ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പർമാർ, അതേപോലെ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വളണ്ടിയേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഊഷ്മളമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻസ് എന്നതാണ് സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം എന്താണ് ഈ അഫർമേറ്റീവ് ആക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതിൻ്റെ ഭരണഘടനാപരമായ പ്രാധാന്യവുമൊക്കെ ഏതാണ്ട് ഇവിടെ നന്നായി നമുക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ സംവരണം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്ന കാര്യങ്ങളെ
കുറച്ചുകൂടെ അർത്ഥപൂർണമായി പുതിയ കാലത്ത് പറയാൻ കഴിയുന്നത് അഫർമേറ്റീവ് ആക്ഷൻസ് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യം എന്നതിലൂടെ ഇന്ത്യയിലെ സാമൂഹ്യ നീതിയും സമത്വവും മനുഷ്യാവകാശങ്ങളും എല്ലാം നൂറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ നീതിയിലേക്കും തുല്യതയിലേക്കും അവകാശങ്ങളിലേക്കുമെല്ലാം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അഥവാ അർഹതപ്പെട്ട പ്രാതിനിധ്യം അവർക്ക് നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെ 50ഓളം രാജ്യങ്ങളിൽ അവിടങ്ങളിലൊക്കെ സാമൂഹ്യ ഘടനാപരമായ കാരണങ്ങളാൽ സാമൂഹ്യശാസ്ത്രപരവും മതപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമൊക്കെയായിട്ടുള്ള കാരണങ്ങളാൽ ചരിത്രത്തിൽ പിന്നോക്കം തള്ളപ്പെട്ടു പോയ, ചരിത്രത്തിൽ ബഹിഷ്കൃതരാക്കപ്പെട്ട, ചരിത്രത്തിൻ്റെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ജനസമൂഹങ്ങൾക്ക് ആധുനിക ജനാധിപത്യ ബോധം നൽകുന്ന പരിഗണനയുടെ, തുല്യതയുടെയും പങ്കാളിത്തത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ഇൻക്ലൂസീവ് അപ്രോച്ച് ലോകവ്യാപകമായി ജനാധിപത്യ ഭരണക്രമങ്ങളിൽ ഇന്ന് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഈ ഭരണഘടന പറയുന്ന സംവരണം പോലെയുള്ള ഒരു സംവിധാനം, ഒരു അഫർമേറ്റീവ് ആക്ഷൻ പ്രോസസ്സ് ലോകത്തെ ഇവിടെ മാത്രമുള്ള ഒരു കാര്യമല്ല. ഞാൻ പറയുന്നു 50ഓളം രാജ്യങ്ങളിൽ അത്തരം വ്യവസ്ഥ ഉണ്ട്. ഇപ്പം അമേരിക്കയിലുണ്ട് വളരെ ശക്തമായ അഫർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാംസ്. അമേരിക്കയിൽ തലമുറകളായി അടിമത്തത്തിന് വിധേയരായ, തുല്യത നിഷേധിക്കപ്പെട്ട, വംശീയമായി വിവേചനം അനുഭവിച്ച അവിടുത്തെ ബ്ലാക്ക് കമ്മ്യൂണിറ്റീസിന്, അതേപോലെ ഈവൻ ജപ്പാൻ വലിയ വികസിതമായ രാജ്യമാണ്. ജപ്പാനിലെ ഇന്ത്യയിലെ ദളിതർക്ക് സമാനമായ ബുരാക്കു കമ്മ്യൂണിറ്റി, ബുരാക്കു മീൻസ്, ആ ബുരാക്കു മീൻസിനെ അവർ മറ്റുള്ളവർക്കൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ടെക്നോളജിയിലേക്ക്, മൂലധനത്തിലേക്ക്, ആധുനികമായ മറ്റ് സംവിധാനങ്ങളിലേക്കൊക്കെ ജപ്പാനിലെ ഇതര പൗരന്മാർക്കൊപ്പം ബുരാക്കുവിനെയും ലിഫ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ ആവശ്യമായ ഒരുപാട് പദ്ധതികളും പ്രോഗ്രാമുകളും ജപ്പാനിൽ നടപ്പിലാക്കുന്നുണ്ട്. മലേഷ്യ, നൂറ്റാണ്ടുകളോളം ചൂഷണം ചെയ്യപ്പെട്ട മലയ കമ്മ്യൂണിറ്റീസ്, അവിടെയും ഇതേപോലെ ചരിത്രപരമായി മലയാസ് അവർ ഒഴിവാക്കപ്പെട്ടു, അവർ അവഗണിക്കപ്പെട്ടു, അവർ അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ അടിച്ചമർത്തന്റെ ഫലമായി അവർ പിന്നോക്കം പോയതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം എന്ന നിലയിൽ മലയ കമ്മ്യൂണിറ്റികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം മലേഷ്യൻ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അങ്ങനെ അവർക്ക് കോമ്പൻസേഷൻ ഇൻ ടേംസ് ഓഫ് ക്രോഡ്സ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടപരിഹാരവും, അതേപോലെ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമിയുടെ ഉടമസ്ഥതയും ആധുനിക ലോകത്ത് അവർക്ക് വളരാൻ ആവശ്യമായ വിഭവ പങ്കാളിത്തം, മൂലധന പങ്കാളിത്തം, ക്യാപിറ്റലും ഒക്കെ നൽകിക്കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ മലേഷ്യയിൽ ഉണ്ടാവുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന വന്നു. അപ്പോൾ തന്നെ അവർ ചെയ്തത് തലമുറകളോളം, നൂറ്റാണ്ടുകളോളം അവിടെ ആ ദക്ഷിണാഫ്രിക്കയുടെ സമ്പദ്ഘടനയ്ക്ക് അധ്വാനം കൊണ്ട് അത് കെട്ടിപ്പടുത്തവർ വെളുത്തവരെക്കാൾ കറുത്തവരാണ്. ആഫ്രിക്ക ഈസ് റിച്ച് എന്ന് പറയാറുണ്ട്, ബട്ട് ആഫ്രിക്കൻസ് ആർ പുവർ. ആഫ്രിക്കക്കാർ പാവങ്ങളാണ്, ആഫ്രിക്ക സമ്പന്നവുമാണ്. അപ്പൊ ആഫ്രിക്കയുടെ സമ്പന്നത വെള്ളക്കാർ കൊള്ളയടിച്ചു. അതിന്റെ ഉടമസ്ഥരായ, അത് നിർമ്മിച്ചെടുത്ത കറുത്തവർ അവിടെ പിന്തള്ളപ്പെട്ടു. അതുകൊണ്ട് അവിടെ അവരോട് നീതി പുലർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുകയും അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ റെപ്പറേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നുകൊണ്ട് ഇതേപോലെയുള്ള വലിയ വൺ ടൈം കോമ്പൻസേഷൻ, ഇന്ത്യയെ പോലെ ഒരു 50 വർഷം 60 വർഷമൊക്കെ കഴിഞ്ഞ് സംവരണത്തിന് ബില്ല് എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്ന് വരുത്തുകയും അവസാനം അതെല്ലാം തിരിച്ചിങ്ങെടുക്കുകയും ഫലത്തിൽ ആ ജനത്തെ ഇരുട്ടിൽ തന്നെ ഇങ്ങനെ അജ്ഞതയിലും അന്ധകാരത്തിലും അസമത്വത്തിൽ നിർത്തുന്ന ഒരു കാപട്യമല്ല അവിടെ സംഭവിച്ചത്. പകരം വൺ ടൈം കോമ്പൻസേഷനാണ്. ഇപ്പോൾ തന്നെ അവർക്ക് അർഹതപ്പെട്ടത്, നൂറ്റാണ്ടുകളോളം അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് എത്രയും വേഗം കൊടുക്കണമെന്ന നിലയിലുള്ള വൺ ടൈം കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടാണ് അവർ ലിഫ്റ്റ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയാണ് അഫർമേറ്റീവ് ആക്ഷൻ ലോകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ അതിനകത്തുള്ള പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സംവരണം, സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി ഈ അടുത്ത പറഞ്ഞു, സംവരണമാണ് ജാതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സംവരണം ഉണ്ടെങ്കിൽ
ജാതി വ്യവസ്ഥ തിരിച്ചു വരുമെന്ന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റിലൂടെ ഒരു ജഡ്ജി പറയുക. അപ്പൊ സംവരണം ജാതി തിരിച്ചു കൊണ്ടുവരും ഒന്ന്. മറ്റൊന്ന്, സംവരണം അങ്ങ് നിർത്തിക്കൂടെ? ഇനി എന്തിനാണ് ഈ സംവരണം? ഇത് അവസാനിപ്പിച്ചുകൂടെ? ഇതിങ്ങനെ തുടരേണ്ട ഒരു കാര്യമാണോ എന്നും കൂടി മറ്റൊരു ജഡ്ജി ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് പ്രശ്നം? യാഥാർത്ഥ്യം എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ഒരു സംവരണ രാഷ്ട്രമാണ്. ഇന്ത്യൻ സമൂഹം 4000 കൊല്ലക്കാലമായി കെട്ടിപ്പടുത്തത് ഈ സംവരണ കട്ടകളിലാണ്. പ്രശ്നം, 2 സംവരണം നമ്മുടെ മുമ്പിലുണ്ട്. 75 വർഷം മാത്രം പഴക്കമുള്ള ഭരണഘടനാ സംവരണം, അതിന് 75 വർഷം പഴക്കമുണ്ട്. ആ സംവരണം വരാൻ ഇടയാക്കിയ 3000 കൊല്ലം പഴക്കമുള്ള മനുസ്മൃതി സംവരണം, പഴയ സംവരണം. ഈ മനുസ്മൃതിയുടെ സംവരണത്തിന് വലിയ മാറ്റമൊന്നും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല. ആ മനുസ്മൃതി ഉണ്ടാക്കിയ സംവരണം വളരെ കൃത്യമാണല്ലോ. സാർ പറഞ്ഞ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഗീതയിൽ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ച, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് അയാളുടെ മുഖത്തൂന്ന് 1-ാമത്തെ ആളെ, 2-ാമത്തെ ക്ഷത്രിയനെ, വൈശ്യനെ, അതാണ് യഥാർത്ഥ ഈ സംവരണം എന്ന് പറയുന്നത്. ചില പ്രത്യേക തൊഴിലുകൾ ചില പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം എന്നേക്കുമായി റിസർവ് ചെയ്ത് വെച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് ചാതുർവർണ്ണ്യം എന്ന് പറയും. അത് ദൈവം ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതിയതാണ്. ദൈവം ഉണ്ടാക്കുന്ന ഒരു നിയമവും മനുഷ്യനുണ്ടാക്കുന്ന നിയമവും തമ്മിൽ ഇടഞ്ഞാൽ നിങ്ങൾ ഏത് നിയമത്തെയാണ് അംഗീകരിക്കുക എന്ന് അംബേദ്കർ ഇന്ത്യയിലെ സവർണ ബോധത്തോട് ചോദിക്കുന്നുണ്ട്. അവർക്കിപ്പോഴും അവരുടെ ദൈവങ്ങൾ ഉണ്ടാക്കിയ ഈ വൈദിക നിയമങ്ങൾ തന്നെയാണ് അവർക്ക് ശരി. ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഉണ്ടാക്കിയ, അദ്ദേഹം നേതൃത്വം കൊടുത്ത രാഷ്ട്രത്തിന്റെ ഭരണഘടന അവർക്ക് തെറ്റാണ്. അതുകൊണ്ട് ഈ തെറ്റ് തിരുത്താനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഭരണഘടന അങ്ങ് എടുത്ത് മാറ്റുക. ഒറ്റയടിക്ക് ആ ഭരണഘടന എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന അതിന്റെ പ്രിയാമ്പിളിലെ ചില വാക്കുകൾ ആദ്യം മാറ്റാം. സെക്കുലർ എന്ന വേർഡ് മാറ്റാൻ അവർ കേസ് കൊടുത്തു. സോഷ്യലിസ്റ്റ് എന്ന വേർഡ് മാറ്റാൻ കേസ് കൊടുത്തു. സുപ്രീം കോടതി തൽക്കാലം പറഞ്ഞതൊന്നും മാറ്റേണ്ടതില്ല. ഭരണഘടനയിലെ വാക്കുകൾ മാറ്റിയില്ലെങ്കിലും നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിന്നും അതെപ്പോഴേ സാറ് പറഞ്ഞതുപോലെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഭരണ സംവിധാനത്തിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസിൽ, ഭരണപരമായ നിർവഹണത്തിലും ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നീതിയുടെയും സമത്വത്തിന്റെയും ഈ തത്വങ്ങളെ നമ്മൾ വളരെ ആസൂത്രിതമായി കുഴിച്ചുമൂടി കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ഭരണഘടനയുടെ അഫർമേറ്റീവ് ആക്ഷനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇനി ഇത് ബ്രാഹ്മണന് മാത്രമല്ലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ? ഇപ്പോഴും ബ്രാഹ്മണന് മാത്രമേ പറ്റുള്ളൂ. ശബരിമലയിൽ പോയി ഒരു ഈഴവന് പൂജാരിയാകാൻ പറ്റുമോ? പറയുമ്പോൾ ഈഴവനും ഹിന്ദു ആണെന്നാണ് പറയുന്നത്. ദലിതനും ഹിന്ദു ആണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല ഇതിന്റെ കാര്യം, അത് വേറെ കാര്യം. ഇത് ബ്രാഹ്മണിക്ക റിലീജിയനാണ്. ഹിന്ദുമതം എന്നുള്ള പ്രയോഗം തെറ്റാണ്. ബ്രാഹ്മണിസമാണ്, ബ്രാഹ്മണിക്ക റിലീജിയൻ. പക്ഷെ അവിടെ ഇപ്പറയുന്ന പണി ചെയ്യാതെ വിയർപ്പൊഴുക്കാതെ ഫലം കിട്ടുന്ന ജോലി ബ്രാഹ്മണന് മാത്രമാണ് സംവരണം ചെയ്തത് ചാതുർവർണ്ണ്യം. രണ്ടാമത് യുദ്ധം ചെയ്യാനുള്ള മിലിറ്ററി സർവീസ് ക്ഷത്രിയന് കൊടുത്തു. കച്ചവടം എന്ന് പറയുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു MBA പഠിക്കണ്ട, മൊത്തം കച്ചവടവും വൈശ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് ഏറ്റവും താഴെയുള്ള എല്ലാ പണിയും ശൂദ്രന് കൊടുത്തു. അതാണ് ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ ഈ സ്ത്രീകൾ എവിടെ നിന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾ ബ്രാഹ്മണരുണ്ടോ? സ്ത്രീകളിൽ ബ്രാഹ്മണരുണ്ടോ? ബ്രാഹ്മണ സ്ത്രീകളുണ്ടോ? ക്ഷത്രിയ സ്ത്രീകളുണ്ടോ? വൈശ്യ സ്ത്രീകളുണ്ടോ? സത്യത്തിൽ മനസ്സിലാക്കുക, അങ്ങനെയില്ല. ചാതുർവർണ്ണ്യം സ്ത്രീകൾക്ക് ബാധകമല്ല. ജന്മനാ സ്ത്രീ ശൂദ്രജായതേ. ജനിക്കുമ്പോ തന്നെ ഏത് സ്ത്രീയും താണവൾ തന്നെയാണ്, ശൂദ്രയാണ്. അവർക്കങ്ങനെ ബ്രാഹ്മണനാകാനൊന്നും പറ്റില്ല. അത് ബ്രാഹ്മണ സ്ത്രീകൾ മനസ്സിലാക്കാതെയാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് ബ്രാഹ്മണൻ. എന്നാ പൂമിൽ കടിച്ചതാ. ബ്രാഹ്മണ സ്ത്രീയുടെ ശരീരത്തിൽ ഈ നൂല് പറ്റില്ല, ഉപനയനം അവർക്ക് പറ്റില്ല. കാരണം അവരല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ അവരിൽ തന്നെയുള്ള പകുതി ശതമാനം സ്ത്രീകളെ കൂടി താഴ്ത്തി കെട്ടി ചവിട്ടി അരച്ച് അവരെ വിധവാദഹനം, വിഡോ ബേണിങ്ങിന് കൊടുത്ത ഒരു സംസ്കാരമാണിത്. ബ്രഹ്മാവ് എന്തുകൊണ്ട് ഈ സൃഷ്ടി അങ്ങ് കാലായപ്പോൾ നിർത്തിയത്? ബ്രഹ്മാവിന് വാലില്ലാഞ്ഞത് കൊണ്ടാണ് ഒരു പക്ഷേ.
മറ്റ് അവയവങ്ങളില്ലാഞ്ഞതുകൊണ്ട് സൃഷ്ടി ക്ലോസ് ചെയ്തു. റേഷൻ കടയിൽ അരിയൊക്കെ തീരുന്നത് പോലെ 4 പേരെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇയാളുടെ അവയവം തീർന്നു, അയാൾ സൃഷ്ടി ക്ലോസ് ചെയ്തു. പിന്നുള്ളവരെങ്ങനെ ഉണ്ടായി? റഷ്യക്കാരെങ്ങനെ ഉണ്ടായി? ബ്രഹ്മാവിന്റെ കാലത്തിലല്ലോ ഉണ്ടായത്, അയാളുടെ മുഖത്തുനിന്നും അല്ലല്ലോ. അപ്പൊ ലോകത്തെ മറ്റാരും തന്നെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ആദികളിൽ പെടാത്തവരൊക്കെ ബ്രഹ്മാവിന്റെ അവയവത്തിൽ നിന്നല്ലാത്തവരുണ്ട്, അവരെല്ലാം അവർണരാണ്. അപ്പൊ അവർണരാണ് ലോകത്ത് ഭൂരിപക്ഷം. കാരണം ബ്രഹ്മാവിൽ നിന്ന് വന്നവരല്ലല്ലോ ഇന്ത്യക്ക് വെളിയിലുള്ള മനുഷ്യരൊന്നും. ഇന്ത്യക്കകത്തുള്ള ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനതയും അങ്ങനെ വന്നവരല്ല. അപ്പം അതുകൊണ്ടാണ് അവർ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അടിസ്ഥാന ജനത ദലിതുകൾ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതരിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത പ്രസന്റ് മുസ്ലിംസ്, പാസ്റ്റ് ദളിതരാണ്. അപ്പൊ പാസ്റ്റ് ദളിതരായ പ്രസന്റ് മുസ്ലിംസും ഒക്കെ തന്നെ ഈ പറയുന്ന ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെടാത്തവരാണ്. അതുകൊണ്ടാണ് അവരെ അവർണരെന്ന് വിളിക്കുന്നത്. വർണ്ണം എന്ന് പറഞ്ഞ 4. ഈ വർണ്ണത്തിൽ പെടുന്നവർ സവർണം, വർണ്ണത്തിന് പുറത്തുള്ളവർ അവർണം, ഔട്ട്സൈഡ് ദ വർണ്ണം. ഇന്ത്യയിൽ ഭൂരിപക്ഷം ആരാണ്? അവർണര്. പക്ഷെ പ്രശ്നം എന്താണ്? ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന 3000 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ച, അതിനുപയോഗിച്ച പ്രത്യേകിച്ചും അവരുടെ വർണ്ണ നിയമങ്ങളും പ്രത്യേക മനുസ്മൃതി എന്ന് പറയുന്ന ഭരണഘടനയും ഒക്കെ അനുസരിച്ച് ഇത് വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സാർ മുമ്പേ പറഞ്ഞു ചിലർക്ക് കൂടി കൊടുക്കണമെന്ന് പറയുന്നതല്ലാതെ ആർക്കും കൊടുക്കരുതെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചാതുർവർണ്ണ്യ ഭരണഘടന അങ്ങനെയല്ല ചെയ്തത്. അത് മറ്റാർക്കും ഒരു അവകാശവും കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഇവിടുത്തെ അടിസ്ഥാന ജനത ആര്യന്മാർ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ബ്രാഹ്മണ മതവും പിന്നീട് ഹിന്ദു മതവും ഒക്കെ സ്ഥാപിച്ച് ഇവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കി മുഗളന്മാരെക്കാളും ബ്രിട്ടീഷുകാരെക്കാളും മുമ്പേ വലിയ അസമത്വം വിതയ്ക്കുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ജീവിച്ച വലിയ സംസ്കാരം സൈന്ധവ നാഗരികത സംഭാവന ചെയ്ത ഒരു ജനതയെയാണ്. ഇൻഡസ് വാലിയെ കുറിച്ച് വായിക്കൂ. ലോകത്ത് ഏറ്റവും വൈജ്ഞാനികമായ സമൂഹമായിരുന്നല്ലോ ഹൈന്ദവ സംസ്കാരം. ആ ജനതയോടാണ് പറഞ്ഞത് നിങ്ങൾ ഇനി പഠിക്കണ്ട. അക്ഷരം പഠിക്കാൻ പറ്റില്ല, പാപമാണ്. വഴി നടക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ബേസിക് റൈറ്റ് അല്ലേ സഞ്ചാരം എന്ന് പറയുന്നത്? അത് നിഷേധിക്കപ്പെട്ടു. അറിവ് നിഷേധിക്കപ്പെട്ടു. സമ്പത്ത് നിഷേധിക്കപ്പെട്ടു. വസ്ത്രം ധരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ എന്ന നിലയിലുള്ള ഈ അവകാശങ്ങളെല്ലാം ഇന്ത്യയിലെ യഥാർത്ഥ അടിസ്ഥാന ജനതയ്ക്ക് നൂറ്റാണ്ടുകളോളം നിയമം മൂലം നിഷേധിച്ചതിന്റെ ഫലമായി ഉണ്ടായ തകർച്ച ആ ജനത. ഈ തകർച്ചയ്ക്ക് ആരാ ഉത്തരവാദികൾ? ഈ പാപം ആരാ ചെയ്തത്? സ്വാഭാവികമായും ഈ തെറ്റ് ചെയ്ത ഒരു സാമൂഹ്യ ഘടനയ്ക്ക് ആ ജനതയോട് എന്തുണ്ട്? ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്, ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അവർ ഇത്തരത്തിൽ താണതിന്റെ ഉത്തരവാദികൾ അവരല്ല. സാർ പറഞ്ഞതുപോലെ അങ്ങനെ ആക്കിയതാണ്. ബ്രോക്കൺ പീപ്പിൾ, തകർക്കപ്പെട്ടവരാണ്. അപ്പൊ അവരെ തകർത്തവർ സ്വാഭാവികമായിട്ട് അതിനെന്ത് വേണം? നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും വന്ന് കൊള്ളയടിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ, വീട് തകർത്താൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നിയമം എന്ത് പറയും? അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറയില്ലേ? അതുപോലെ ഈ പറയുന്നതിനകത്ത് അഫർമേറ്റീവ് ആക്ഷനകത്ത് അങ്ങനെ ഒരു തത്വമുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ ഭരണഘടന ഒരു ജനാധിപത്യ ഭരണഘടന വരുമ്പോൾ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത് ഒരു ഡെമോക്രസിയാണ്. ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പാർലമെന്ററി ഡെമോക്രസിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇവിടെ വിശദീകരിച്ചതുപോലെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, പ്രാതിനിധ്യം എന്ന് പറയുന്നത്, പങ്കാളിത്തം, പ്രാതിനിധ്യം, പ്രൊപ്പോർഷണേറ്റ് റെപ്രസെന്റേഷൻ, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഒരു ജനാധിപത്യ ക്രമത്തിൽ എല്ലാ സമൂഹങ്ങൾക്കും ലഭിക്കുന്ന ഒരു സംവിധാനത്തെ മാത്രമേ നമുക്കൊരു ട്രൂ ഡെമോക്രസി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ആധുനിക ദേശരാഷ്ട്ര രൂപം കൊണ്ടപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അഫർമേറ്റീവ് ആക്ഷൻ ഇടം പിടിച്ചത്. അത് ആരെങ്കിലും സ്വമേധയാ വന്നതല്ല. 1919 സൗത്ത് ബറോ കമ്മിറ്റി, 1927 സൈമൺ കമ്മീഷൻ, 1930, 31, 32 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ, 45 ക്യാബിനറ്റ് മിഷൻ, 46 ഭരണഘടനാ അസംബ്ലി. ഇത്രയും തലങ്ങളിൽ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഒന്നാമതായും ഇന്ത്യയിലെ വ്യത്യസ്ത ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തിന്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും എല്ലാം പ്രതിനിധികളായ ദേശീയ നേതൃത്വങ്ങൾ ഒക്കെയും ചേർന്നുകൊണ്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ ആ സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാവർക്കും അവസരം ഉണ്ടാകണം, എല്ലാവർക്കും നീതി ഉണ്ടാകണം, എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. ഏതൊക്കെ തലങ്ങളിൽ? സമയക്കുറവാണ്. 1, വിദ്യാഭ്യാസം ചെയ്യാൻ എല്ലാവർക്കും അവകാശം. 2, ഉദ്യോഗത്തിന് എല്ലാവർക്കും അവകാശം, തുല്യമായി ഉദ്യോഗം.
3, നിയമനിർമ്മാണ സഭകളിൽ അവരവരെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം, അധികാര പങ്കാളിത്തം ലെജിസ്ലേറ്റീവ് തലങ്ങളിൽ. ഒടുവിലായി സാമ്പത്തികമായി ഉയർന്നു വരാൻ കഴിയുന്ന സാമ്പത്തികമായ പിന്തുണ വ്യവസായത്തിലേക്ക്, കച്ചവടത്തിലേക്ക്, മറ്റ് മണ്ഡലങ്ങളിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾ. ഇതെല്ലാം ആവശ്യപ്പെട്ടപ്പോഴാണ് ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചു. 1932 ഓഗസ്റ്റ് മാസം 17-ാം തീയതി വട്ടമേ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രാംസെ മക്ഡൊണാൾഡ് ഒരു പ്രഖ്യാപനം നടത്തി. അതിന്റെ പേരാണ് കമ്മ്യൂണൽ അവാർഡ്. ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ദളിതുകൾക്ക് പ്രത്യേക തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുക, രാഷ്ട്രീയ അധികാരം കൊടുക്കുക, പ്രത്യേക നിയോജക മണ്ഡലം. അവർക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ, സ്വന്തമായി തെരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അപ്പോഴേ ബ്രിട്ടീഷുകാർ നൽകിയിരുന്നു. ആ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ദളിതർക്ക് കിട്ടി. അംബേദ്കർ സംവരണം ചോദിച്ചതേയില്ല. ഡോക്ടർ അംബേദ്കർ ചോദിച്ചത് ഇന്ത്യയിലെ 300 ദശലക്ഷത്തോളം വരുന്ന ദളിതുകളെ സ്വയം ഭരിക്കാനുള്ള ജനാധിപത്യപരമായ അവരുടെ വേറിട്ട ഭരണാവകാശമാണ് ചോദിച്ചത്, സംവരണമേ അല്ല. പക്ഷേ ആ ചോദിച്ച കാര്യം അന്നൊക്കറിയണം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടിയിരുന്നുവെങ്കിൽ, കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരു ദളിതൻ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ, നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അവന് സവർണറുടെ വോട്ട് വേണ്ട. മനസ്സിലാക്കണം. നേരെ മറിച്ച് ഒരു സവർണൻ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ ജയിക്കണമെങ്കിൽ ദളിതന്റെ വോട്ട് കിട്ടണം. അപ്പൊ ദളിതന് അവരുടെ മുമ്പിൽ പോകണ്ട, പകരം അവർക്ക് ദളിതന്റെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരണം. ഈ നിലയിൽ ചരിത്രത്തെ മറിച്ചുവെക്കുന്ന വലിയ വിപ്ലവകരമായ ഒരു മാറ്റം ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെടുകയും ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. 31 ഈ വട്ടമേ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആളുടെ പേരാണ് രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ദളിതർക്ക് പ്രത്യേക വോട്ടാവകാശം കൊടുത്താൽ ഹിന്ദുമതം അങ്ങ് തകർന്നു പോകും, അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ എതിർത്തു. അങ്ങനെയാണ് 1930 സെപ്റ്റംബർ 20-ാം തീയതി ഗാന്ധിജി പൂനെ യർവാദ ജയിലിൽ നിരാഹാരം കിടന്നു. എന്തിനാണ്? ഇന്ത്യയിലെ ദളിതർക്ക് വോട്ടാവകാശം കൊടുത്തതിനെതിരെ, അവർക്ക് രാഷ്ട്രീയ അധികാരം കൊടുത്ത ബ്രിട്ടീഷ് പ്രഖ്യാപനത്തിനെതിരെ ഗാന്ധി നിരാഹാരം കിടക്കുന്നു. 4 ദിവസം രാഷ്ട്രം വലിയ പ്രശ്നത്തിലാവുന്നു. ഡോക്ടർ അംബേദ്കർ ഗാന്ധിയോടും സ്നേഹമുള്ള ആളാണ്, മനുഷ്യത്വമുള്ള ആളാണ്. തന്റെ ജനതയുടെ അവകാശം നിലനിർത്തിയാൽ ഗാന്ധി മരിക്കുമെന്ന് വന്നപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ വിട്ടുവീഴ്ച ചെയ്യുന്നു. തസ് പൂന കരാർ വാസ് സൈൻ, പാക്ട് വാസ് സൈൻ ബിറ്റ്വീൻ അംബേദ്കർ ആൻഡ് ഗാന്ധി. 1932 സെപ്റ്റംബർ 24 ആ കരാറിൽ ഒരു വ്യവസ്ഥ വെച്ചു. എന്താ വ്യവസ്ഥ? പ്രത്യേക നിയോജകമണ്ഡലം ഞങ്ങൾ കൂടി സവർണർ കൂടി വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ജയിച്ചാൽ മതി, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ജോയിന്റ് ഇലക്ടറേറ്റ് വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സംവരണ മണ്ഡലം വന്നത്. പിന്നെ ഭരണഘടന ഭാവിയിൽ എഴുതുമ്പോൾ വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനും അയിത്തം പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും എല്ലാം വ്യവസ്ഥകൾ ഉണ്ടാക്കാമെന്ന് കരാർ ചെയ്യപ്പെട്ടു, പൂന പാക്ട്. ആ പാക്ടിന്റെ ഫലമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ വന്നത്. വിദ്യാഭ്യാസത്തിന് 15(4), അതുപോലെ ഉദ്യോഗത്തിന് 16(4), വികസനത്തിന് ആർട്ടിക്കിൾ 46, പ്രാതിനിധ്യം പങ്കാളിത്തം പാർലമെന്റിലൊക്കെ കിട്ടാൻ 320, 322 പോലുള്ള വകുപ്പുകൾ വന്നു. ഇതാണ് ഈ അഫർമേറ്റീവ് ആക്ഷൻ ഭരണഘടനാപരമായി നടപ്പിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇനി നോക്കുക. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 75 വർഷം ഭരണഘടന വന്നിട്ട് ഈ രാജ്യത്തെ ദളിതുകളെ, ആദിവാസികളെ ഇത്തരം അഫർമേറ്റീവ് ആക്ഷനിലൂടെ തുല്യതയിലേക്ക് കൊണ്ടുവരും എന്ന് നമ്മൾ വിചാരിക്കപ്പെട്ട ഈ സമൂഹങ്ങളെ എവിടെ എത്തിച്ചു? നിങ്ങൾക്ക് കേരളത്തിൽ സംവരണം കിട്ടി സമ്പന്നനായ ഏതെങ്കിലും ഒരു ദളിതരെ കാണിച്ചു തരാം. സംവരണം കിട്ടിയത് കൊണ്ട് പണക്കാരനായി, മറ്റുള്ളവനൊപ്പം ജീവിക്കാനുള്ള ശേഷിയുണ്ട്, അയാൾക്ക് ഇൻഡസ്ട്രി ഉണ്ട്, അയാൾക്കൊരു ടെക്സ്റ്റൈൽ നടത്തുന്നു, അയാളൊരു ഹോട്ടൽ നടത്തുന്നു, അയാൾ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നു, അയാളൊരു വ്യവസായിയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംവരണത്തിലൂടെ 75 വർഷം കൊണ്ട് സ്വയം പര്യാപ്തമായ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ, ഒരു മുറുക്കാൻകടയെങ്കിലും ഉള്ള ഒരാളെ ഈ കൊല്ലം തെരുവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പിന്നെന്താണ്? നാമമാത്രമായി കുറെ ആൾക്കാർ പഠിച്ചവർ അവരുടെ മക്കളെ കൂടി പഠിപ്പിച്ചു. 90-ന് ശേഷം അവർ ചില ജോലികളിലേക്കൊക്കെ വന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ല വേണ്ട വിധം, സെക്കൻഡ് ക്ലാസ്സിൽ ഇല്ല എന്ന് വെച്ചാൽ ഉയർന്ന പദവികളിലേക്ക് അവർ വന്നില്ല. സുപ്രീം കോടതി 2 ദളിതനെ കയറിയുള്ളൂ. ഒന്നാമത് KG ബാലകൃഷ്ണൻ സാർ, രണ്ടാമത് വേറൊരാൾ, മൂന്നാമതൊരാൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. കേരളത്തിലെ നിയമസഭയുണ്ട്. കേരളം ഏറ്റവും അഡ്വാൻസ്ഡ് ആണല്ലോ. കേരളത്തിലെ ദളിതരുടെ കയ്യിലിരിക്കുന്ന ഭൂമിയുടെ ആകെ കണക്കെത്രയെന്നറിയാവോ? 0.3% ആണ് ശരാശരി ദളിതന്റെ കയ്യിലുള്ള ഭൂമി. അതുകൊണ്ട് മറ്റുള്ളവർ
അവരുടെ ആരെങ്കിലും മരിച്ചാൽ സ്വന്തം പറമ്പിൽ ചിതയൊരുക്കുമ്പോൾ ദളിതന്റെ ആൾക്കാർ മരിച്ചാൽ അടുക്കളയിലും വീട്ടുമുറ്റത്തും മണ്ണ് മാന്തി അവരെ കുഴിച്ചിടുന്ന ഒരേ ഒരു ജനത. അതുകൊണ്ടാണ് ചെങ്ങറയുടെ സമരം, അരിപ്പയുടെ സമരം, കേരളത്തിലെ ഭൂസമരങ്ങൾ പറയുന്നത്. എം കുഞ്ഞാമൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ. അദ്ദേഹം എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത പഴയ പ്രൊഫസറാണ്, ലെഫ്റ്റ് ആളായിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു പ്രൊഫസർ പോലും ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അവസാനം നാട് വിട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ പോയി അധ്യാപകനായി അവസാനം കഴിഞ്ഞ വർഷം മരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകം പറയുന്നുണ്ട്, കേരളത്തിലെ ഒരു ദലിതൻ, ഒരു ആദിവാസിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ അവനൊരു മൂട്ടയായി ജനിക്കണം, അല്ലാതൊന്നും അവിടെ കയറി ഇരിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പോ ഈ അഫർമേറ്റീവ് ആക്ഷൻ യഥാർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം മൊത്തം ആര് കൈക്കലാക്കി? അത് മുഴുവൻ ഈ രാജ്യത്തെ ഒലിഗാർക്കിയുടെ കയ്യിലായി. അവർ പറഞ്ഞ ഈ മെറിറ്റിന്റെ ഒരു കാര്യമുണ്ട്, നമുക്ക് വളരെ സമയക്കുറവുണ്ട്, വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നോക്കുക, 100 വർഷം, ഏതാണ്ട് ഒരു 1850 കാലഘട്ടത്തിൽ, അല്ലെ 1785 കാലത്തിൽ ഇന്ത്യൻ സിവിൽ സർവീസ് വന്നു. പണ്ട് കവനന്റ് സർവീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ കവനന്റ് സർവീസാണ് പിന്നീട് ICS ആയി മാറിയത്. അതാണ് ഇപ്പോഴത്തെ IAS. ഏതാണ്ട് 100 വർഷക്കാലം 1840-45 വരെ 100 വർഷം ഒരു ബ്രാഹ്മണന് പോലും സിവിൽ സർവീസ് പരീക്ഷ എഴുതി ബ്രിട്ടീഷുകാരോടൊപ്പം ജയിക്കാൻ പറ്റിയില്ല. ബംഗാളിലെ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇളവ് വേണം, ഒരു 30% ഇളവ് മോഡറേഷൻ തരാവോ എന്ന് റിക്വസ്റ്റ് ചെയ്തു ബ്രിട്ടീഷുകാരോട്. കുറച്ചു പേർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ബോംബെയിൽ, കൽക്കട്ടയിലും പിന്നെ ഇംഗ്ലണ്ടിലും പോയി പഠിപ്പിച്ച് പരീക്ഷ എഴുതിയിട്ട് പോലും ഒരൊറ്റ ബ്രാഹ്മണൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായില്ല 100 വർഷം. അവസാനം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രദറാണ് ആദ്യമായി ഒരു പരീക്ഷ എഴുതി ജയിച്ചത് എന്നാണ് ചരിത്രം. അതാണ് അവരുടെ മെറിറ്റ്. അപ്പൊ ഈ മെറിറ്റിന്റെ ഒക്കെ കാര്യത്തിൽ എന്താണ് ഒരാളുടെ മെറിറ്റ് എന്ന് പറയുന്നത്? എന്താണ്? അയാൾ ജന്മന തലമുറകളായി അയാളുടെ പിതാക്കന്മാരിൽ നിന്ന് കൈമാറി വരുന്ന സമ്പത്ത്, കൈമാറി വരുന്ന വിഭവാധികാരം, ജാതിയുടെ മേൽക്കോയ്മ, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടിയാണ് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇൻഡിവിജ്വലിന്റെ പിന്നിലെ വലിയ സോഷ്യൽ ക്യാപിറ്റൽ. ഈ സോഷ്യൽ ക്യാപിറ്റൽ മൊത്തത്തിലാണ് നമ്മളിവിടെ മെറിറ്റ് എന്ന് വിചാരിക്കുന്നത്. അതേസമയം ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം, പട്ടിണി കിടക്കുന്നവൻ, മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർ, യാതൊരു വിധമായ ഭൂസ്വത്വമില്ലാത്തവർ, അവന്റെ പിന്നിൽ സിസ്റ്റമില്ല, സോഷ്യൽ ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് അവർക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവനും അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. എന്താണെങ്കിലും നമ്മുടെ സമയക്കുറവുകൊണ്ട് ചുരുക്കണം. ഈ അഫർമേറ്റീവ് ആക്ഷൻ ഭരണഘടനയിൽ വന്നെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പോലും പ്രാതിനിധ്യമില്ല. പല മേഖലകളിലും ഇപ്പോഴും നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണ് ദലിതർക്കുള്ളത്. 1990 വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ രാജ്യം മാർക്കറ്റ് എക്കണോമിയിലേക്ക് തിരിച്ചു. ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും വന്നു. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന് കീഴിലുള്ള പബ്ലിക് സെക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ദളിതർക്ക് കുറച്ചൊക്കെ ജോലി അവിടെ കിട്ടുമായിരുന്നു. എന്നാൽ ആ പബ്ലിക് സെക്ടർ മുഴുവൻ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറായി കൺവേർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഈ ഭരണഘടനാപരമായ പരിരക്ഷ ലഭിക്കുന്ന ദളിത്, ആദിവാസി, OBC, മുസ്ലിങ്ങളാദി മൈനോറിറ്റി വിഭാഗങ്ങളിൽപ്പെട്ട ഇന്ത്യൻ ജനസംഖ്യയുടെ 85% വരുന്ന മഹാഭൂരിപക്ഷത്തിന് ലഭിക്കേണ്ട തൊഴിലവസരത്തിന്റെ അളവ് ഏതാണ്ട് 60 മുതൽ 80% കുറയുകയും നാമമാത്രമായ സർക്കാർ ജോലികൾ മാത്രമേ അവശേഷിക്കുകയും ചെയ്തു. ആ സർക്കാർ ജോലികളിലാകട്ടെ അവർക്ക് കിട്ടാനുള്ള പ്രാതിനിധ്യത്തിന് മുമ്പിൽ വലിയ തടസ്സങ്ങൾ സുപ്രീം കോടതി പിടിച്ചുവെച്ചു. അതിന്റെ പേരാണ് ക്രീമി ലെയർ. അപ്പോ ഈ വിഭാഗത്തിൽ നിന്ന് അല്പം പഠിച്ച് പിന്നെ മക്കളെ ഒന്ന് പഠിപ്പിച്ച് ഒരു PSC ടെസ്റ്റ് എഴുതാനൊക്കെയുള്ള അർഹത നേടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സംവരണം കൊടുക്കേണ്ടതില്ല, അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന ഒരു അനുമാനത്തിലേക്ക് 92 ഇന്ദിരാസന്നി കേസിൽ സുപ്രീം കോടതി എത്തുകയും അങ്ങനെ പിന്നോക്കക്കാരിൽ രക്ഷപ്പെട്ടവനെ, അതായത് വെളിച്ചമുള്ളവരാണല്ലോ മറ്റുള്ളവരെ നയിക്കുന്നത്, അല്പം രക്ഷപ്പെട്ടവരുടെ അവരെ അങ്ങ് മാറ്റിയാൽ ബാക്കിയുള്ളവർ ഇരുട്ടിക്കിടന്നോളും. അപ്പൊ ബൗദ്ധികമായി ഉയർന്നു വന്നൊരു നേതൃത്വത്തെ വെട്ടിക്കളയുന്ന ശിരച്ഛേദമാണ് ആംബ്യൂട്ടിംഗ് ദ ഹെഡ്, ആംബ്യൂട്ടിംഗ് ദി ഇന്റലിജൻഷ്യ. അതാണ് ക്രീമി ലെയർ സംഭവിച്ചത്. പിന്നെ ആ സമൂഹം മുന്നോട്ട് പോവില്ലല്ലോ. അന്ന് അത് പിന്നോക്കക്കാരോട് ചെയ്തു സാർ, ഇന്ന് അത് ദലിതരോട് ചെയ്യുന്നു. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി പറയുകയാണ്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് ഒരു പിയൂണോ ക്ലർക്കോ അങ്ങാനായി ഒരാൾ ജോലി കിട്ടിയാൽ ഇനി അവരുടെ മക്കൾക്ക് ഇനി അങ്ങോട്ട് ഒരു സംവരണത്തിനും അർഹതയില്ല. അപ്പൊ പിന്നെ എന്ത് പറ്റും?
അല്പമൊക്കെ അവരുടെ മക്കളാണല്ലോ ഒന്ന് പഠിച്ച് എംടെക്കിനും ബിടെക്കിനും അല്ലെ ബിടെക്കിനും ഒക്കെ പോകാൻ ഒരു എൻട്രൻസ് എഴുതിയൊക്കെ വരുന്നത്. അവർക്കിനി സംവരണം കൊടുക്കേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ആർക്കും കൊടുക്കേണ്ടതില്ല. അപ്പൊ പിന്നെ ഈ സംവരണം അങ്ങ് അവസാനിപ്പിക്കാം. ഫലത്തിലെല്ലാം ആർക്ക് കൊടുക്കാം? പണ്ടേ ഇതൊക്കെ കൈവശം വെച്ചവർക്ക് മാത്രമായി ഇത് ചുരുക്കാം. അതിന് 103-ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയുടെ പാർലമെന്റ് കൊണ്ടുവന്ന് അഡ്വാൻസ് ആയി തന്നെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് EWS അഥവാ മനോഹരമായി പറഞ്ഞാൽ സവർണ സംവരണം. അവരിൽപ്പെട്ട പാവങ്ങൾക്ക് മാത്രം പ്രത്യേക പരിഗണന. അവരുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തും അധികാരവും മൊത്തം ഇരിക്കുന്നത്. അവരിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് 10% കൂടെ കൊടുത്തപ്പോ ആ പാവങ്ങളിൽ പിന്നോക്കക്കാരില്ല. ഒരു പാവപ്പെട്ട ഈഴവനെ EWS ആയിട്ട് കണക്കാക്കുമോ? ഒരു പാവപ്പെട്ട മുസ്ലിമിന് EWSന്റെ പരിഗണന കിട്ടുമോ? പാവപ്പെട്ട ആദിവാസി. സത്യത്തിൽ ഒരു കാര്യം പറയട്ടെ, പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പാവപ്പെട്ടവർ ഉള്ളത് ആർക്കിടയിലാണ്? ബ്രാഹ്മണർക്കിടയിലാണോ? ക്ഷത്രിയർക്കിടയിലാണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ ആദിവാസികളായിരിക്കണം, ദളിതരായിരിക്കണം, പിന്നോക്കക്കാരായിരിക്കണം, ന്യൂനപക്ഷങ്ങളായിരിക്കണം. അവരിൽപ്പെട്ട പാവങ്ങളെ പോലും പുറത്താക്കിയിട്ടാണ് സവർണരിൽപ്പെട്ട പാവങ്ങൾക്ക് മാത്രം നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ സംവരണം ആർക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചത്? അവരെ വെട്ടിക്കളഞ്ഞ് സംവരണത്തിന് ഇടയാക്കിയ, എല്ലാം കുത്തകയാക്കിയ ഒരു വർഗത്തിന് വേണ്ടി മാത്രമായി ഭരണഘടനാപരമായ സംവരണം പോലും അവസാനം കൊണ്ട് നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കിയ രാജ്യത്ത് ഇപ്പോൾ ഇനി എന്താണ് പറയാൻ കഴിയുക? അതുകൊണ്ട് ഈ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, മാർക്കറ്റ് എക്കണോമി, ക്രീമി ലെയർ, പിന്നെ EWS, ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയെ ഏതാണ്ട് റദ്ദ് ചെയ്ത് കഴിഞ്ഞു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അഫർമേറ്റീവ് ആക്ഷനെ ഭരണകൂടം തന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ദേ ഫെയിൽഡ് ഇറ്റ്. അതതിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ ജനതയുടെ മുമ്പിലുള്ള വഴിയെന്താ എന്ന ചോദ്യമാണ് ഉത്തരമില്ലാതെ അവശേഷിക്കുന്നത്. അവിടെയാണ് നമ്മൾ അഫർമേറ്റീവ് ആക്ഷൻ സംസാരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, നീതി എന്ന് പറയുന്ന പ്രശ്നം. ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട്, തുല്യമായ അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളെ കൂടി നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയക്കകത്ത് അവരെ പങ്കാളികളാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് രാജ്യത്ത് വേണ്ടത്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടം വേണം. ഭരണഘടന അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന അത്തരത്തിൽ മൂല്യബോധമുള്ള ജനങ്ങൾ അധികാര തലങ്ങളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അത്ര മൂല്യമുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ട് അത്ര മൂല്യങ്ങളുടെ മൂല്യവിചാര അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. NSSന്റെ ഭാഗമായി നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കേണ്ടവരാണല്ലേ. നമുക്ക് ചില സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മുടെ നാടിനോട്, നമ്മുടെ ജനങ്ങളോട്. സ്വാഭാവികമായും വിമർശനാത്മകമായി നമ്മുടെ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളെ പുനഃപരിശോധിക്കാനും അതിനകത്തുള്ള അസന്തുലിതമായ യാഥാർത്ഥ്യങ്ങളെ ആത്മാർത്ഥമായി അഭിസംബോധന ചെയ്യാനുമുള്ള ബൗദ്ധികമായ സത്യസന്ധതയും ഉത്തരവാദിത്വവും പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണം. ഇല്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രം നിൽക്കുകയില്ല. അസമത്വത്തിന്റെയും അനീതിയുടെയും പേരിൽ രാഷ്ട്രം ഇല്ലാതാകും. മാത്രമല്ല, ഈ രാഷ്ട്രത്തെ ഭൂരിപക്ഷം വരെ ജനങ്ങളെ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രക്രിയയിലേക്ക് പങ്കാളികളാക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ശേഷിയും നമ്മൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രാഷ്ട്രം സത്യത്തിൽ പരാജയപ്പെടും. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരുപിടി കോർപ്പറേറ്റുകളുടെ, അദാനിമാരുടെ, അംബാനിമാരുടെ മാത്രം ആധിപത്യത്തിന്റെ പ്രശ്നമല്ല. ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തുല്യമായി പങ്കിട്ടെടുക്കേണ്ട ഒരു ജനാധിപത്യമാണ്. അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്, ഇക്കണോമിക് ഡെമോക്രസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിൽ വെച്ച ആ കാര്യങ്ങളൊക്കെ പ്രധാനമായും ഇന്ത്യൻ ഡെമോക്രസി, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഈസ് ദ ടിഷ്യൂ ആൻഡ് ഫൈബർ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് കലകു പിടിയുമെന്ന് പറയുന്നത് സാമൂഹ്യ ജനാധിപത്യമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത സമൂഹങ്ങളായതുകൊണ്ട് വ്യക്തിക്ക് അടിസ്ഥാനമില്ല, പകരം സമൂഹങ്ങൾക്കാണ് സ്ഥാനം. അപ്പൊ ആ ഓരോ സമൂഹങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു സോഷ്യൽ ഡെമോക്രസി വരുമ്പോഴേ നമ്മുടെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന ഈ തത്വത്രയങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ തത്വത്രയങ്ങളുടെ നടുക്ക് സാഹോദര്യത്തെയാണ് അംബേദ്കർ പ്രതിഷ്ഠിച്ചത്. ഒരു ഭാഗത്ത് ഇക്വാലിറ്റി ഉണ്ട്, അതിന് നിലനിൽപ്പില്ല. എന്നൊരു സാഹോദര്യം ഇല്ലെങ്കിൽ സമത്വത്തിന് അർത്ഥമില്ല. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അതേപോലെ തന്നെ സമത്വത്തിന് അർത്ഥമില്ല. സമത്വമില്ല എങ്കിൽ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് സാഹോദര്യം എന്ന വികാരം ഭരണഘടന പ്രിയാമ്പിളിൽ ഇടപിടിച്ചൊരു വാക്കാണ്. ഡെമോക്രസിക്കകത്ത് ഫ്രെറ്റേണിറ്റി ഈസ് ദ റൂട്ട് ഓഫ് ഡെമോക്രസി എന്ന് അംബേദ്കർ പറഞ്ഞു. ഈ ഫ്രെറ്റേണൽ ഫീലിംഗ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ നീതി നിഷേധിക്കപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങളെ
വീണ്ടും അനീതിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയിലേക്കാണ് രാജ്യം പോകുന്നത്. വലിയ സമഗ്രാധിപത്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്. വീണ്ടും ഒരു ഒലിഗാർക്കിയിലേക്കാണ് രാജ്യം പോകുന്നത്. സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഡെമോക്രസിയും വലിയ അന്തിമ വിശകലനത്തിൽ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഭരണഘടന ഇവിടെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഭരണഘടനയിലാണ് നമ്മുടെ വിശ്വാസം. അവസാനമായി നമ്മൾ ആശ്രയിക്കാൻ കഴിയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഭരണഘടനാപരമായ സാക്ഷരത വേണം. അത് മാത്രം പോരാ, ഭരണകൂടത്തെ ചലിപ്പിക്കുന്നവർക്കും ഭരണത്തെ നിയന്ത്രിക്കുന്നവരുമായ ജനങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത വേണം. ഭരണഘടനാ ധാർമ്മികത ഭരണാധികാരികൾ നഷ്ടപ്പെടുന്ന കാലം ഭരണഘടനാ ധാർമ്മികത കൊടുക്കാൻ നമുക്ക് പൗരന്മാർ എന്ന നിലയിൽ, റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വം. NSS ഏറ്റെടുക്കേണ്ടത് ആ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭരണഘടന അത് ഉയർത്തിപ്പിടിക്കണം. എല്ലാവർക്കും ജാതി മതത്തിന് അതീതമായി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒറ്റ ടെക്സ്റ്റേ ഉള്ളൂ, അത് ഭരണഘടനയാണ്. അത് ഏറ്റവും പവിത്രമാണ്. അതിന് ജീവൻ കൊടുക്കേണ്ടത് ആരാണ്? ഞാൻ പറയും പുതിയ തലമുറയാണ്, നിങ്ങളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അക്ഷരങ്ങൾക്ക് പ്രാണൻ കൊടുക്കാൻ, അതിന് ആത്മാവ് കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ, അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു യുവ സമൂഹമായി, ഒരു ശക്തിയായി മാറിയാൽ നമ്മുടെ രാജ്യത്തിന് പ്രതീക്ഷയുണ്ട്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.